ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. എത്ര ലഭിക്കും? നിങ്ങൾക്ക് എത്രയാണോ വരുമാനം വേണ്ടത് അതിനനുസരിച്ചുള്ള എഫേർട്ട് നിങ്ങൾ ഇടാൻ തയ്യാറാണെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് റിസൾട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇന്റർനെറ്റിൽ ധാരാളം സാധ്യതകൾ കൊണ്ട് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം സാധ്യതകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്റർനെറ്റിലേക്ക് വരുമാനം എന്ന കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത് നമ്മളാണ് ഇവിടെ ബോസ്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് ലീവ് എടുക്കാം, ലോകത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാം എന്നതാണ് ഇന്റർനെറ്റ് വഴിയുള്ള ഏണിങ്സിനെ ഇത്രയധികം ജനപ്രിയമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം ഇന്റർനെറ്റിന്റെ വരുമാന സാധ്യതകൾ. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. ഞാൻ 2 തരത്തിൽ ഇതിനെ പരിചയപ്പെടുത്താം. ഒന്ന്, നമുക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. മറ്റൊന്ന്, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോന്നായി നോക്കാം. ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യുന്നു. ആദ്യത്തേത് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന കൺസെപ്റ്റ് പാസീവ് ഇൻകം അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി വരുമാനം എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ പേരുകൾ ഒന്നാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നത്. അതായത് നല്ലൊരു യുണീക്ക് പ്രോഡക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു, അതിനകത്ത് കോണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, ശേഷം സോഷ്യൽ മീഡിയ വഴിയും ഗൂഗിൾ വഴിയൊക്കെ നമ്മൾ പരസ്യം ചെയ്യുന്നു, ധാരാളം ഓർഡറുകൾ എടുക്കുന്നു, അതിനുശേഷം സപ്ലയറെ ഐഡന്റിഫൈ ചെയ്യുന്നു, സപ്ലയർ എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഏറ്റവും വലിയ കോസ്റ്റ് എന്നത്, അതായത് ഇതിന് വേണ്ടുന്ന ഷിപ്പിംഗ് ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, പ്രൊഡക്റ്റിന്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അഡ്വർടൈസിംഗ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മുടെ പ്രോഫിറ്റ്. എന്നാൽ ഇവിടെ ഏറ്റവും വലിയൊരു കോസ്റ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജും അഡ്വർടൈസിംഗും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മികച്ച തരത്തിലുള്ള വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മികച്ച തരത്തിലുള്ള പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്? ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല് വേണം, പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാനുള്ള സ്കില്ല് വേണം, മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയണം, അതായത് സോഷ്യൽ മീഡിയ വഴി അല്ലാതെ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയണം. ഇത്തരം സ്കില്ലുകൾ, പ്രത്യേകിച്ച് പിന്നെ കണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ള സ്കില്ല്, ഇത്തരം സ്കില്ലുകൾ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്ത് വരുമാനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ മറ്റൊരു പതിപ്പാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രൊഡക്റ്റ് അത് നമ്മൾ വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നു, അപ്പോൾ അതിന്റെ നിശ്ചിത പെർസെന്റേജ് കമ്മീഷനാണ് കമ്പനി നമുക്ക് നൽകുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗിൽ എങ്ങനെയാണ്? നമുക്ക് എത്ര പ്രോഫിറ്റ് വേണം ആ പ്രോഫിറ്റിനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിശ്ചിത പെർസെന്റേജ് കമ്മീഷൻ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് 2% മുകളിൽ കമ്മീഷൻ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ മാത്രമാണ് വിൽക്കാവുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ലോസ് ആണ്. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സുകളും മറ്റും വിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്കില്ലുകൾ വേണം? ഒന്ന്, നമുക്ക് ഈ ലിങ്ക് നമ്മൾ എവിടെയാണ് പ്രദർശിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സ്കില്ലുകൾ വേണം. വെബ്സൈറ്റിലാണ് പ്രദർശിപ്പിക്കുന്നതെങ്കിൽ കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ അറിയണം. ഇനി ഇതേപോലെ വീഡിയോകൾ മറ്റുമാണ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യുന്നെങ്കിൽ വീഡിയോ കോണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് വേണം, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് വേണം. അടുത്ത ഒന്നാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു സ്പെസിഫിക് നിഷ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു, ഈ നിഷിനെ കുറിച്ച് നിങ്ങൾ എഴുതുന്നു. ഈ നിഷ് എന്തുമായിക്കൊള്ളട്ടെ, ബിസിനസ് ആകാം, ടെക് ആകാം, വെഹിക്കിൾ റിവ്യൂ ആകാം, കുക്കിംഗ് ആകാം, അങ്ങനെ A to Z കാര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് കോണ്ടന്റുകൾ നിങ്ങൾ ഇന്റർനെറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുന്നു. എവിടെ? ഒന്നെങ്കിൽ വേർഡ്പ്രസ്സിൽ നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ബ്ലോഗറിൽ നിങ്ങൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലേക്ക് ധാരാളം ട്രാഫിക്കുകൾ നിങ്ങൾ എത്തണം, അല്ലെങ്കിൽ ധാരാളം ഓഡിയൻസിനെ നിങ്ങൾ എത്തിക്കണം. അതിനെന്താണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഗൂഗിളിൽ വഴി നിങ്ങൾക്ക് ധാരാളം ഓഡിയൻസിനെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് ഓഡിയൻസിനെ എത്തിക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് വരുമാനം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി വരുമാനം, അതേപോലെ തന്നെ ഗൂഗിളിന്റെ പരസ്യം നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഗൂഗിൾ ആഡ്സെൻസ് ഇതുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുമാനം കിട്ടും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ബ്ലോഗിംഗ് വഴി വരുമാനം കിട്ടുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പെയ്ഡ് പോസ്റ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം, അപ്പം അതുവഴി നിങ്ങൾക്ക് വരുമാനം കിട്ടും. അപ്പോൾ ബ്ലോഗിംഗ് എഴുതണമെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്? അതായത് ഒരു സ്കില്ല് എന്ന് പറയുന്നത് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ അറിയണം, അത്യാവശ്യം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാനും നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബ്ലോഗിങ്ങിൽ മികച്ച കരിയർ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും മികച്ച വരുമാനം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും സാധിക്കുന്നത്.
അടുത്തതാണ് കോണ്ടന്റ് ക്രിയേറ്റർ. ഇതേപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക, അതുവഴി വരുമാനം ലഭിക്കുക എന്നത്. അതായത് ഇവിടെ നമ്മൾ ഒരു പേഴ്സണൽ ബ്രാൻഡാണ് ബിൽഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, അതിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. എങ്ങനെയാണ്? ഒന്ന്, നമുക്ക് വീഡിയോ പ്രദർശിപ്പിക്കുമ്പോൾ ധാരാളം പരസ്യങ്ങൾ ലഭിക്കുന്നുണ്ട്, അപ്പോൾ അതുവഴി നമുക്ക് വരുമാനം കിട്ടും. പിന്നെ നമ്മുടെ ബ്രാൻഡ് സെല്ല് ചെയ്യുന്നത് വഴി നമുക്ക് വരുമാനം കിട്ടും. നമ്മുടേതായ പ്രോഡക്റ്റുകൾ നമുക്ക് ധാരാളം ഉണ്ടായിരിക്കും, അത് സെല്ല് ചെയ്യുന്ന വഴി വരുമാനം ഉണ്ടായിരിക്കും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർക്ക് എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്? ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, പ്രസന്റേഷൻ തയ്യാറാക്കാനുള്ള സ്കില്ല് വേണം. ഇത്രയും സ്കില്ലുകളാണ് പ്രധാനമായും ഒരു കോണ്ടന്റ് ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ ക്രിയേറ്റർക്ക് വേണ്ടുന്ന സ്കില്ല്. അടുത്തതാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. നേരത്തെ ഞാൻ ഫിസിക്കൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതായത് ഡ്രോപ്പ് ഷിപ്പിംഗ്. ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിംഗ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോസ്മോഫീഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ പേയ്മെന്റുകൾ സ്വീകരിക്കാനും അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രോഡക്റ്റുകൾ വളരെ എളുപ്പത്തിൽ സെല്ല് ചെയ്യാനും സാധിക്കും. ഡിജിറ്റൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ഒരു PDF ആകാം, അല്ലെങ്കിൽ ഒരു കോഴ്സ് ആകാം, അങ്ങനെ എന്തുമാകാം. ഈ കോഴ്സ് അല്ലെങ്കിൽ PDF നിങ്ങൾക്ക് ഇന്റർനെറ്റ് വഴി മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നു. ഓരോ സെയിൽസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ അത് മൊത്തത്തിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിഴിച്ചിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ മികച്ച തരത്തിൽ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്? ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്കില്ല്. അതിന് കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു PDF ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇ-ബുക്ക് ആയിക്കോട്ടെ. അപ്പോൾ അതിനനുബന്ധമായിട്ടുള്ള സ്കില്ലുകളാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട സ്കില്ലിൽ വരുന്നത്. അടുത്തതാണ് ഇ-ബുക്ക് പബ്ലിഷിംഗ്. അതായത് ആമസോണിൽ കിൻഡിൽ ആ പ്ലാറ്റ്ഫോമിൽ ഇ-ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അതിന് മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ. ഇംഗ്ലീഷിലാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ സ്ഥലത്തും നമുക്ക് ഇ-ബുക്ക് പബ്ലിഷ് ചെയ്തുകൊണ്ട് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആൾക്കാർ വായിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആൾക്കാർ ബൈ ചെയ്യാൻ സാധ്യതയുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബുക്കുകളാണ് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ടത്. അത്തരം ബുക്കുകൾ സെല്ല് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിൻഡിൽ വഴി നമുക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മികച്ച തരത്തിൽ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്ത് സ്കില്ലാണ് വേണ്ടത്? അതായത് ഒന്ന്, ആമസോൺ SEOയുടെ ഒരു സ്കില്ല് നമുക്ക് വേണം. കാരണം ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബുക്ക് റാങ്കിങ്ങിൽ നമ്മൾ എത്തിക്കണം. അതിന് ആമസോൺ SEOയുടെ ഒരു സ്കില്ല് വേണം. അതേപോലെ തന്നെ കോണ്ടന്റ് റൈറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം, അല്ലെങ്കിൽ ബുക്ക് എഴുതാനുള്ള സ്കില്ല് വേണം. അപ്പോൾ ബുക്ക് എഴുതാൻ ടോപ്പിക് ഒന്നും ഇല്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കും. ഒരു പേജുള്ള ഒരു നോട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. കുക്കിംഗ് ആയിക്കൊള്ളട്ടെ, ട്രാവലുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ആമസോൺ കിൻഡിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കുന്നതാണ്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് വഴി വരുമാനം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ്, ഫ്രീലാൻസിങ്. ഫ്രീലാൻസിങ് എന്ന് പറയുമ്പോൾ പല കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് മാർക്കറ്റിംഗ് ചെയ്ത് സെയിൽസ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. അതായത് കറക്റ്റ് ആൾക്കാരിലേക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല, മികച്ച ലീഡുകൾ കിട്ടുന്നില്ല. ഇനി ഇ-കൊമേഴ്സ് സെഗ്മെന്റുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ സെയിൽസ് കിട്ടുന്നില്ല എന്നതാണ്. അപ്പോൾ മികച്ച തരത്തിൽ പരസ്യം റൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഗൂഗിൾ ആഡ്സ് ആയിക്കോട്ടെ, അതിന് ഫേസ്ബുക്ക് ആഡ്സ് ആയിക്കോട്ടെ, ഏത് വഴിയാണെങ്കിലും സെയിൽസ് കിട്ടാനും ലീഡ് എടുക്കാനും നിങ്ങൾക്ക് മികച്ച രീതിയിൽ അറിയുമെങ്കിൽ അതൊരു വരുമാനത്തിനുള്ള മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ നമ്മൾ എന്താണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്? പരസ്യം ചെയ്യാൻ വ്യക്തമായിട്ടുള്ള അറിവ് വേണം എന്നതാണ്. അടുത്തത് കോണ്ടന്റ് ക്രിയേറ്റർ. അതായത് കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ അറിയുന്ന സ്കില്ല് വേണം. അതായത് ഒരു വെബ്സൈറ്റ് ട്രാഫിക്കിലൊത്ത് എത്തണമെങ്കിൽ അവിടെ കോണ്ടന്റുകൾ മികച്ച രീതിയിൽ റൈറ്റ് ചെയ്യാൻ അറിയണം. പ്രത്യേകിച്ച് ഒരു ഇൻഫർമേഷനും കൂടെ തരാം. അതായത് ലിങ്ക്ഡിനിൽ മികച്ച രീതിയിൽ കോണ്ടന്റ് എഴുതാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മികച്ച തരത്തിലുള്ള റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? പ്രത്യേകിച്ച് ഓരോ കമ്പനികളുടെ CEO ഇരിക്കുന്നവർക്ക് അവർക്ക് ലിങ്ക്ഡിൻ ശ്രദ്ധിക്കാനൊന്നും പലപ്പോഴും സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മികച്ച തരത്തിൽ സ്പെൻഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് ലിങ്ക്ഡിനിൽ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. എന്നാൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് റീച്ച് ചെയ്യണമെങ്കിൽ മികച്ച തരത്തിലുള്ള പോസ്റ്റേഴ്സ് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മികച്ച ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ
അതിനുള്ള ആൾക്കാരെ പലപ്പോഴും കിട്ടുന്നില്ല. എന്നാൽ സിഒമാരുമായിട്ട്, കമ്പനികളുടെ സിഒമാരുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇതേപോലുള്ള അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാനും പോസ്റ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ മികച്ച തരത്തിലുള്ള വരുമാനം നമുക്ക് അതുവഴി ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തതാണ് വെബ്സൈറ്റ് ഡിസൈനിങ്, പ്രത്യേകിച്ച് വേർഡ്പ്രസ്സിലാണ് ഏകദേശം 80% അബവ് വെബ്സൈറ്റുകൾ ഇന്റർനെറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേർഡ്പ്രസ്സിൽ മികച്ച തരത്തിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ കമ്പനികളുമായി കണക്ട് ചെയ്യുക, അവരുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് വർക്ക് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മികച്ച തരത്തിൽ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുവഴി നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് AI കണക്ട് ചെയ്തുകൊണ്ട് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷൻസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ AI ക്ലബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ അറിയുമെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 വെബ്സൈറ്റുകളൊക്കെ വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിലൂടെ മികച്ച തരത്തിൽ വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അടുത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ട് കാര്യമില്ല, ഇത് റാങ്കിങ്ങിലോട്ട് എത്തണമെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO ചെയ്യണം. SEO ചെയ്താൽ മാത്രമാണ് വെബ്സൈറ്റ് ടോപ്പ് പൊസിഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിനെന്ത് വേണം? SEO കൃത്യമായി അറിയുന്ന ആൾക്കാരെ വേണം. അപ്പോൾ SEO നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മികച്ച ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മികച്ച വരുമാനം നിങ്ങൾക്ക് അതുവഴി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് മികച്ച ഒരു വീഡിയോ എഡിറ്റർ ആണോ നിങ്ങൾ? മികച്ചൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങളെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ആവശ്യമുണ്ട്, അതേപോലെ തന്നെ ബിസിനസ്സുകാർക്കും ആവശ്യമുണ്ട്. കോണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ച് മികച്ച എഡിറ്റിങ്ങും എഫക്ട്സുകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് കോണ്ടന്റ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാനും എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും കഴിയണം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ധാരാളം വീഡിയോകൾ ഷൂട്ട് ചെയ്യും, ഓഫേഴ്സും പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യണം. അപ്പോൾ മികച്ച തരത്തിൽ വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, പോസ്റ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും. അതേപോലെ തന്നെ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, അതായത് ക്ലിക്ക് ബൈറ്റുള്ള തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക് ഡിസൈനേഴ്സിനെ പ്രത്യേകിച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ആവശ്യമുണ്ട്. അപ്പോൾ മികച്ച തരത്തിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ് അറിയുമെങ്കിൽ അവിടെയും മികച്ച ഓപ്പർച്യൂണിറ്റികൾ ഇന്ന് നിലവിലുണ്ട്. വലിയ സോഫ്റ്റ്വെയറുകൾ ഒന്നും തന്നെ ഉപയോഗിക്കണമെന്നില്ല, ജസ്റ്റ് ക്യാൻവ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ അത് തന്നെ ധാരാളമാണ്. നിങ്ങൾ ഫോട്ടോഷോപ്പ് ഒന്ന് പർച്ചേസ് ചെയ്യണം എന്ന് തന്നെയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മികച്ച തരത്തിൽ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഓപ്ഷൻസുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഈ അറിവ് വളരെയധികം ഉപകാരമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്തുക. ഇതേപോലുള്ള അറിവുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.